എന്തായാലും അതിൽ ഏറ്റവും സന്തോഷമുള്ളത് യുവാക്കൾ അതിൽ രംഗത്ത് വരുന്നുണ്ട്. സാധാരണഗതിക്ക് ഞങ്ങളൊക്കെ പറയാറുള്ളത് പരിസ്ഥിതി സമ്മേളനങ്ങളിലൊക്കെ തലനരച്ച ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ലോകം മുഴുവൻ യുവാക്കൾ വന്നിട്ടുണ്ട്. ധീരനാണ് നമ്മളോട് ഇപ്പോൾ 32.5 കിലോമീറ്റർ നീന്തി ചരിത്രം സൃഷ്ടിക്കാൻ പോണത്. നമസ്കാരം. വേമ്പനാട്ട് കായൽ, അതെ, കേരളത്തിലെ ഏറ്റവും വലിയ ജലാശയമാണ് വേമ്പനാട്ട് കായൽ. ആ വേമ്പനാട്ട് കായൽ മലിനീകരിക്കപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെയുള്ള ഖരമാലിന്യങ്ങളും കൊണ്ട് അതിൻ്റെ സമ്പത്ത് പൂർണ്ണമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം വിഷം എല്ലാ മേഖലകളും കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. ജൈവസമ്പത്തും അതേപോലെ പ്രകൃതി സമ്പത്തും നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ വേമ്പനാട്ട് കായലിനെ ശുദ്ധീകരിക്കണം. അതിൽ അഴിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നിന്ന് മുക്തമാക്കണം. ഈ ഭൂമി മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായിരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വേമ്പനാട്ട് കായലിൻ്റെ മാറിലേക്ക് ചാടി ഇറങ്ങി ഊളിയിട്ട് ഒരു സമരം തന്നെ നടത്തുകയുണ്ടായി. 32.5 കിലോമീറ്ററാണ് വേമ്പനാട്ട് കായലിലൂടെ ആ വിദ്യാർത്ഥി നീന്തിയത്. ആ വിദ്യാർത്ഥി ആരാണെന്നല്ലേ അറിയേണ്ടത്? അർജുൻ. ഈ അർജുനെ പറ്റി പറയണമെങ്കിൽ നമ്മൾ കുറച്ച് കാലം പിന്നോട്ട് പോകണം. 2016 ജൂൺ മാസം പെരുമ്പളം എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് ആലപ്പുഴയിൽ. വേമ്പനാട്ട് കായലിന് ചുറ്റുമുള്ള ആ ദ്വീപിൽ നിന്നും പാലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ വിദ്യാർത്ഥി അന്ന് ചെയ്തത് വേമ്പനാട്ട് കായലിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ നീന്തിയാണ് പോയത്. അത് വലിയ വാർത്തയായി. പിന്നീട് അധികാരികൾ ഇടപെട്ടു, കലക്ടർ ഇടപെട്ടു, ഗവൺമെൻറ് മുട്ടുമടക്കി. അവസാനം ഗവൺമെൻറ് വന്ന് സാഷ്ടാംഗം വീണു, പറഞ്ഞു ഈ കുട്ടിയുടെ സമര വീര്യത്തിന് മുന്നിൽ ഞങ്ങൾ തോറ്റിരിക്കുന്നു, എന്താണ് വേണ്ടത്, നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. എനിക്ക് വേണ്ടത് എൻ്റെ നാട്, അതായത് പെരുമ്പളം ദ്വീപിൽ നിന്ന് മറുകരയിലേക്ക് പോകാൻ പാലം വേണം. അവസാനം പാലം നിർമ്മിക്കാമെന്ന് പറഞ്ഞു. 100 കോടി രൂപ ചെലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ പാലം ഇപ്പോൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്റർ മേതെയുള്ള പാലം പൂർത്തിയാകുമ്പോൾ ആ കുട്ടിയുടെ പേര് എല്ലാ കാലത്തും ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അതേപോലെയാണ് ഇപ്പോൾ 32.5 കിലോമീറ്റർ നീന്തി ആ വിദ്യാർത്ഥി ഇന്ന് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ദർശിക്കാം. ഇന്ന് വൈക്കത്താണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ആ ചടങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു. അതേപോലെ നമ്മുടെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ നീലകണ്ഠൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. അവിടെ നടന്നിട്ടുള്ള പ്രസംഗങ്ങൾ നമുക്ക് ഓരോന്നും കേൾക്കാം. നമസ്കാരം സർ. നമസ്കാരം. അർജുൻ ഇന്ന് മഹത്തായ ഒരു സന്ദേശം മുൻനിർത്തിക്കൊണ്ട് 32 കിലോമീറ്റർ വൈക്കം ജെട്ടി മുതൽ പനങ്ങാട് വരെ മഹത്തായ ഒരു സന്ദേശവുമായിട്ട് അർജുൻ നീന്തൽ യജ്ഞം ആരംഭിക്കുകയാണ്. സാറിന് ഈ അവസരത്തിൽ അർജുനോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും മഹത്തായ ഒരു പ്രവർത്തനമാണ് അർജുൻ ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വെമ്പനാട്ട് കായലും അതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക ഘടനയും തകരുന്നതിനെക്കുറിച്ച് വളരെ വേദനയോടെ ഒരുപാട് എഴുതുകയും പറയുകയും സമരം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. പലതരത്തിൽ വെമ്പനാട്ട് കായൽ അതിൻ്റെ ഭീഷണി നേരിടുന്നു. അതിൻ്റെ വിസ്തീർണം വളരെ കുറഞ്ഞിട്ടുണ്ട്. 1/3 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിൽ വലിയ തോതിലുള്ള മലിനീകരണം കൊച്ചി നഗരം മുതൽ ചുറ്റുപാടുമുള്ള എല്ലാ പ്രദേശത്തു നിന്നും വെമ്പനാട്ട് കായലിലേക്ക് മലിനീകരണം വന്നുകൊണ്ടിരിക്കുന്നു. അതിലെ ജൈവസമ്പത്ത് മുഴുവൻ നശിച്ചിരിക്കുന്നു. അതിലെ മത്സ്യങ്ങൾ, വെമ്പനാട്ട് കായൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വളരെ സവിശേഷമായൊരു ആവാസ വ്യവസ്ഥയാണ്. കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിക്കുന്നത് ഒന്ന് സഹ്യപർവ്വതവും മറ്റൊന്ന് കായലുമാണ്. ഈ രണ്ടും ഇപ്പോൾ നാശത്തിലാണ്. അപ്പോൾ ഈ കായലിൻ്റെ നാശം എങ്ങനെയാണ് പൊതുസമൂഹത്തോട് പറയുക? ഇന്ന് കേവലമായ പരിസ്ഥിതി പ്രസംഗം കൊണ്ടൊന്നും ആളുകൾക്കൊരു കാര്യമില്ല. കാലാവസ്ഥാ മാറ്റം പോലെ വലിയ ദുരന്തങ്ങൾ മുമ്പിൽ വന്നിട്ട് പോലും നമുക്ക് പാരിസ്ഥിതിക സംരക്ഷണത്തിൻ്റെ ഒരു പ്രാധാന്യം വേണ്ടത്ര ഇപ്പോഴും സമൂഹത്തിന് മനസ്സിലായിട്ടില്ല. ഏതായാലും അതിൽ ഏറ്റവും സന്തോഷമുള്ളത് യുവാക്കൾ അതിൽ രംഗത്ത് വരുന്നുണ്ട്. സാധാരണഗതിക്ക് ഞങ്ങളൊക്കെ പറയാറുള്ളത് പരിസ്ഥിതി സമ്മേളനങ്ങളിലൊക്കെ തലനരച്ച ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ലോകം മുഴുവൻ യുവാക്കൾ വന്നിട്ടുണ്ട്. ഞാനത് ഇല്ലയെന്ന് പറയുന്നില്ല. കേരളത്തിൽ അത് കുറവാണ്. തീർച്ചയായിട്ടും ആ കുറവാണ് പരിഹരിക്കുന്നത്. ഇപ്പോൾ ഗ്രീറ്റ തൻബർഗിനെ പോലെയുള്ള പെൺകുട്ടികളാണ് ലോകത്തോട് പറഞ്ഞത് കാലാവസ്ഥാ മാറ്റം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അർജുൻ ഇവിടെ കേരളത്തിൽ നിന്ന്
ഒരു ശബ്ദമുയർത്തുകയാണ്. കേവലം ഒരു ശബ്ദമുയർത്തലല്ല, വലിയ തോതിൽ ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന, യുവാക്കളെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു 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 റിസ്ക് ഉള്ള പ്രവർത്തനമാണ്. പക്ഷേ എങ്കിൽ കൂടിയും അതിൽ നമുക്ക് വളരെ സന്തോഷമുള്ളത് ഇത് കുറേ ആളുകളെങ്കിലും ബോധ്യപ്പെടുത്തുകയും തീർച്ചയായും ഈ കായൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ കായൽ സംരക്ഷിച്ചില്ലെങ്കിൽ കൊച്ചി ഉണ്ടാവില്ല, കൊച്ചി ഉണ്ടാവില്ല, ഇതിൻ്റെ തീരപ്രദേശത്തുള്ള മിക്കവാറും ഉണ്ടാവില്ല, നമ്മുടെ കുട്ടനാട് ഉണ്ടാവില്ല. ഇതൊക്കെ ബന്ധപ്പെട്ട ഒരു സംവിധാനമാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ആകെ സംരക്ഷിക്കുക എന്നത് ഒരു ദൗത്യമായി ഏറ്റെടുക്കുകയും അത് സമൂഹത്തോട് വളരെ ശക്തിയായി വിളിച്ചു പറയുകയും അതിലേക്ക് ആളുകളെ ആകർഷിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രവർത്തനമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അർജുൻ്റെ ഈ പരിപാടിക്ക് എന്തായാലും ഏതർത്ഥത്തിലുള്ള എല്ലാ സഹകരണവും വേണമെന്നുള്ള ഞങ്ങൾക്ക് ഇവിടെ എത്തിയത്. ലണ്ടൻ സാറിനെ പോലെ ഒരാൾ പറഞ്ഞതുപോലെ നമ്മൾ പരിസ്ഥിതി മലിനീകരണം പോലെ തന്നെ ഏറ്റവും വലിയൊരു ആപത്ത് തന്നെയാണ് നമ്മുടെ ജലമലിനീകരണം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ അർജുൻ ചെറുപ്പം മുതലേ എനിക്കറിയാം അർജുൻ ചെറുപ്പം മുതലേ ഇതുപോലെയുള്ള പ്രകൃതിക്ക് ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ടും പല കാര്യങ്ങൾക്കും ഇതുപോലെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് പല പ്രതിഷേധങ്ങളും നീന്തലിലൂടെ തുടങ്ങി വെച്ച ഒരാളാണ്. അച്ഛൻ്റെ പാതയിലൂടെ തന്നെ എന്ന് പറയേണ്ട ഒരാളാണ് അർജുൻ. ഇപ്പം ഇങ്ങനെ ഒരു തോട്ട് അർജുനിലേക്ക് പകർന്നു തന്നതാരാണ്? മലിനീകരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും കാണാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഈ കായലിലോട്ടൊന്ന് നോക്കിയാൽ തന്നെ അതിനിപ്പോൾ കളർ എന്താണെന്ന് നോക്കിയാൽ കറുത്ത് ഇരുണ്ടിരിക്കുന്ന ഒരു കളറാണ്. പണ്ട് തെളിനീര് പോലെ എന്ന് വെച്ചൊരു സംഭവം ഇപ്പോൾ ഇരുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ എത്രത്തോളം അത് തരം താഴ്ന്നു പോകുന്നു, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത് നമുക്ക് കണ്ടറിയാവുന്ന കാര്യമാണ്. അത് മാത്രമല്ല ഇപ്പോൾ ബോട്ടിൽ വന്നപ്പോൾ തന്നെ എത്ര പ്ലാസ്റ്റിക് ആണെന്നറിയൂ ഈ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ വെറുതെ ഇങ്ങനെ പോകണ വഴി കുടിച്ചിട്ട് വെറുതെ എറിഞ്ഞിട്ട് പോകണം പ്ലാസ്റ്റിക്കൊക്കെ. അപ്പോൾ വേമ്പനാട് കായലെന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പുഴകളും കാര്യങ്ങളൊക്കെ വന്ന് ചേർന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോണ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കടലിലോട്ടായിരിക്കും പോകുന്നത്. കടലിലോട്ട് മാത്രമല്ല ഇതിൻ്റെ പരിസരത്തുള്ള സ്ഥലങ്ങളിലോട്ടും അടിഞ്ഞു ചേരും. അപ്പോൾ ഇതുകൊണ്ട് ചെറുപ്പം മുതലേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അർജുൻ്റെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്ത രീതിയിൽ അർജുന് ചെറുപ്പപ്രായം മുതലേ അർജുൻ പലതിനോടും പ്രതിഷേധിക്കുന്ന ഒരാളാണ്. അതിന് അർജുൻ തിരഞ്ഞെടുക്കുന്ന വഴി ഈ നീന്തലിലൂടെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഇങ്ങനെ ഇതുപോലൊരു കാര്യം ചെയ്യണം എന്നുള്ള തോട്ട് അർജുന് വന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ പ്രസംഗം കൊണ്ട് നടന്നു, അതുപോലെ തന്നെ കുറച്ച് പരിപാടിയൊക്കെ നടത്തിയെന്നും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതുപോലുള്ളൊരു അഡ്വഞ്ചറസും ഒരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ നീന്തി കയറുമെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഒരു 30 കിലോമീറ്റർ നടക്കുന്നത് പോലെയല്ല നീന്തണം. കാരണം വെള്ളത്തിൽ കൂടുതൽ ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് നീന്തണം. അപ്പോൾ ഇതുപോലൊരു സമരമല്ല ഒരു യജ്ഞം ഇപ്പോൾ നീന്തലിലൂടെ ആയിക്കഴിഞ്ഞാൽ അതിൽ ശ്രദ്ധ പിടിച്ചു വരും. അപ്പോഴേ ആൾക്കാർക്ക് നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞ് അവർ ശ്രദ്ധിക്കുള്ളൂ, അത് അറിയിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ അർജുൻ നീന്തൽ തുടങ്ങി കഴിയുമ്പോൾ തന്നെ എൻഡിങ് പോയിന്റ് എത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അർജുൻ്റെ കളറിലുള്ള വ്യത്യാസം തന്നെ നമ്മളുടെ വെള്ളത്തിൻ്റെ ആ ഒരു മലിനീകരണത്തിൻ്റെ തോത് എത്രയാണെന്നുള്ളത് അർജുൻ്റെ ശരീരത്തിൽ തന്നെ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് നേരം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നവർക്ക് അത് ശരിക്കും അറിയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അവിടെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് നേരിട്ട് തെളിയിച്ചു കൊടുക്കാൻ കൂടിയാണ്. എനിവേ കൺഗ്രാറ്റ്സ്. ഈ കായൽ ജലം അത്രത്തോളം മലിനമാണ്. അതിനെ ശുദ്ധീകരിക്കാനുള്ള, അതിനെ ഏറ്റെടുക്കാനുള്ള ആ കരുത്തിന് അതാണ് സാഹസികത. ഒരുപക്ഷെ നീന്തുന്നതിനേക്കാൾ വലിയ സാഹസികത ഞാൻ ഈ പ്രഖ്യാപനം നടത്തുന്നതിന് ഒരു സാഹസികതയാണ് ഇന്ന്. അതുകൊണ്ട് ആ പ്രഖ്യാപനത്തിനും ആ സാഹസികതയ്ക്കുമുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഇനിയുള്ള എല്ലാ പരിപാടികളും ഏത് പരിപാടിയിലും എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ. അർജുനന് എല്ലാവിധ ആശംസകളും. അതിന് വഴികാട്ടിയായി നിൽക്കുന്ന സന്തോഷ് ഈ കാര്യത്തിൽ ഒരു മുൻഗാമി, എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ വഴികാട്ടിയാണ്. ആ അർത്ഥത്തിൽ അവർക്കും ഇതിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇവിടെ വന്ന വൈക്കത്തെ ജനങ്ങൾക്കും ഒക്കെ അങ്ങേയറ്റത്തെ സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്തതായി വിനീപരിസരം അറിയിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നേതൃത്വം കൊടുക്കുകയാണ് ഈ വിദ്യാർത്ഥി. അദ്ദേഹം മുമ്പ് പെരുമ്പളം ദ്വീപിൽ ഒരു പാലമില്ലാത്തതിനെതിരെ സമരം നടത്തി ആ പാലം അവിടെ കൊണ്ടുവന്ന വിദ്യാർത്ഥിയാണ്. ആ ധീരനാണ് നമ്മളോട് ഇപ്പോൾ 32.5 കിലോമീറ്റർ നീന്തി ചരിത്രം സൃഷ്ടിക്കാൻ പോണത്. ബഹുമാന്യനായ ശ്രീ നീലകണ്ഠൻ സർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം 32.5 കിലോമീറ്റർ അല്ല 135 കിലോമീറ്റർ നീന്താൻ പോവുകയാണ് കടലിലൂടെ.
ഒരുക്കിയ എല്ലാവർക്കും എൻ്റെ നന്ദി ആദ്യം തന്നെ ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ ഇന്ന് ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ നന്ദി ഒന്നുകൂടെ രേഖപ്പെടുത്തുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കായലിലുള്ളത് പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രമല്ല. എല്ലാവരും പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രമേ പറയണം. പക്ഷേ പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രമല്ല, പ്ലാസ്റ്റിക് കൊണ്ട് മാത്രം മലിനം ഈ ഒരു അവസ്ഥയിൽ കായലെത്തില്ല. അപ്പോൾ പ്ലാസ്റ്റിക്കിൽ മാത്രമല്ലാണ്ട് ഇവിടെ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇവിടെ എന്നുവെച്ചാൽ വലിയ വ്യവസായ മേഖലകൾ എന്നുവെച്ചാൽ കായലിൻ്റെ തീരത്തുള്ള വ്യവസായ മേഖലകളിൽ ഉള്ള വേസ്റ്റ് മൊത്തം കായലിലോട്ട് തന്നെയാണ് ഡംപ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്താനായിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. ജലമലിനീകരണം എന്ന മഹത്തായ സന്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ട് വൈക്കം ജെട്ടിയിൽ നിന്നും ഇന്ന് രാവിലെ പുറപ്പെട്ട അർജുൻ സന്തോഷ് ഇപ്പോൾ പനങ്ങാട് നമ്മുടെ ജെട്ടിയിൽ അദ്ദേഹത്തിൻ്റെ യജ്ഞം സമ്പൂർണ്ണ സക്സസ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അർജുൻ എങ്ങനെയുണ്ടായിരുന്നു മോൻ്റെ ഇന്നത്തെ? ഇപ്പോൾ ഞാൻ നീന്തിയത് ഒരു ലക്ഷ്യമുണ്ടല്ലോ. ലക്ഷ്യമുള്ളപ്പോൾ നമ്മൾ ആ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോർമലായിട്ട് നീന്താൻ അത്ര ഒരു ക്ഷീണം തോന്നില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ഇവിടെ ഫിക്സ്ഡാണ്. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് എത്തി. എന്നുവെച്ചാൽ ഇടക്ക് വന്ന ഏകദേശം പകുതിയിൽ കൂടുതൽ ഭാഗവും ചെളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ കാറ്റായിട്ട് ഭയങ്കര ഓളമായിരുന്നു. ഓളം അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും എല്ലാം അതിജീവിച്ചുകൊണ്ട് അനുകൂലം പകുതിക്ക് മുമ്പ് വരെ അനുകൂലമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പ്രതികൂലമായി തുടങ്ങി. ഓളം അതും ഇതൊക്കെ ലക്ഷ്യം മുന്നിലുള്ളതുകൊണ്ട് എത്തി, സക്സസ് എത്തി. പിന്നെ ആൾക്കാരുടെ പ്രാർത്ഥനയും അവരുടെ സപ്പോർട്ടും എല്ലാം ഉള്ളതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് അർജുനെ ചെറുപ്പം മുതൽ എനിക്കറിയാം. അർജുൻ്റെ പ്രതിഷേധങ്ങൾ അർജുൻ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ട് നീന്തലിനെ എടുത്തുകൊണ്ടാണ്. അതിൽ അച്ഛൻ തന്നെയാണ് അർജുൻ എപ്പോഴും മാതൃക എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഇങ്ങനെയൊരു പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ആശയം കൊടുത്തത് അച്ഛനാണോ? അർജുന് ഇങ്ങനൊരു സംഭവം അർജുൻ അങ്ങോട്ട് വന്ന് പറയുമായിരുന്നോ, അതോ സന്തോഷേട്ടനായിട്ട് ഇങ്ങോട്ട് അച്ഛൻ മകന് കൊടുത്ത ഉപദേശമായിരുന്നോ? ഇങ്ങനൊരു ആശയം ആരുടെ മനസ്സിലാണ് ആദ്യം വന്നത്? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ എൻ്റെ ഒരു 20 വയസ്സ് വരെയൊക്കെ ഞാൻ ഈ കായൽ കൊണ്ടാണ് ഉപജീവനം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കായലിനോട് എനിക്ക് അത്രയും സ്നേഹമുണ്ട്. സ്നേഹം തന്നെയല്ല, എനിക്കൊരു വലിയ കടപ്പാടുണ്ട് ഈ ജലാശയത്തോട്. അപ്പോൾ അത് ഈ മലിനീകരണം കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം, അല്ലെങ്കിൽ അതിനെതിരെ ഒരു ബോധവൽക്കരണം നടത്തണമെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ച് തുടങ്ങിയപ്പോൾ അതിന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇതിലോട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു നീന്തൽ ഒരു പ്രതിഷേധ അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണ രീതിയിലെ ഒരു കാര്യം. എൻ്റെ ഒരു കോച്ച് സേനകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നെ വളരെ ഭംഗിയായിട്ട് നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കോച്ചിങ് കൊണ്ട് തന്നെ എനിക്ക് വളരെ അധികം ദൂരങ്ങൾ നീന്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ മലിനീകരണത്തിനെതിരെയുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാക്കണം എന്നുള്ള ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഞാൻ ഈ നീന്തലിലോട്ട് വന്നത്. പിന്നെ ഈ ജലാശയത്തെക്കുറിച്ച് ഞാൻ അർജുനോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാര്യം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ ജലാശയം നമുക്ക് ഇങ്ങനെ കൈക്കുമ്പിളിൽ കോരി കുടിക്കാമായിരുന്നു ഒരു 10, 30, 35, 40 കൊല്ലത്തിനൊക്കെ മുമ്പ്. പക്ഷേ ഇന്ന് നമ്മുടെ ജലാശയത്തിലൂടെ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ അർജുനെക്കുറിച്ച് അർജുനോട് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഈ ജലാശയങ്ങളും മറ്റു കുളങ്ങളും ഒക്കെ സജീവമായിരുന്നൊരു കാലഘട്ടത്തിൽ അർജുനും ഇതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ഒരു പഠനവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജലാശയത്തിലെ ഈ മലിനീകരണത്തെക്കുറിച്ച് വളരെ നല്ലൊരു പഠനം അർജുൻ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർജുൻ അത് 100% ആത്മാർത്ഥമായി തന്നെയാണ് ഈ ഉദ്യമത്തിലോട്ട് വന്നേക്കുന്നത്. എന്താണെങ്കിലും എനിക്ക് അതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. അർജുൻ്റെ ഈ പ്രതിഷേധ മാർഗങ്ങളിൽ അച്ഛനെ മാതൃകയാക്കിയ മകൻ എന്തായാലും ആ അച്ഛൻ്റെ ആശയം പൂർണ്ണമായും ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒരു യജ്ഞം അവന് കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ മകനെ ഓർത്ത് ഒരുപാട് അഭിമാനിക്കാം. വളരെ അച്ഛനും മകനും